ഹലോ പരമേശ്വരി അമ്മ, വെൽക്കം ടു VMC മലയാളം അമ്മ. അമ്മ ഈ VMCയിലെ ധ്യാനം ചെയ്യാൻ തുടങ്ങിയിട്ട് അമ്മയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാ അമ്മ? ഷുഗറൊക്കെ കുറച്ച് കമ്മിയുണ്ട്. കുറച്ച് കൈപ്പിറ്റം നടക്കും. നടക്കാൻ തുടങ്ങിയല്ലേ? തന്നെ നടക്കാൻ പറ്റില്ല, കൈപ്പിറ്റം നടക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെ മാറ്റം വന്നു? പിന്നെ തന്നെ കൈ വേദന, മുട്ടിക്കാല് വേദന, കൈ വേദന അതൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഷുഗർ പ്രഷറൊക്കെ കമ്മിയായി. കയ്യിന്റെ ഈ വീർപ്പൊക്കെ മാറിയില്ലേ? ഇപ്പൊ വീർത്ത് ഉണ്ടായിരുന്നില്ലേ നന്നായിട്ട്? ഇപ്പൊ അതൊക്കെ മാറിയില്ലേ അമ്മ? അപ്പൊ അത് എത്ര സമയം അമ്മ ധ്യാനം ചെയ്തിരുന്നത്? ഞാൻ അരമണിക്കൂർ, രാവിലെ അരമണിക്കൂർ, വൈകുന്നേരം അരമണിക്കൂർ. രാവിലെ അരമണിക്കൂർ, വൈകുന്നേരം അരമണിക്കൂർ ധ്യാനം ചെയ്തപ്പോഴേക്ക് തന്നെ അമ്മയ്ക്ക് ഇത്രയും മാറ്റങ്ങൾ വന്നു. എത്ര കാലമായി അമ്മ ധ്യാനം ചെയ്യണു VMCയിലെ? അല്ല, എത്ര കാലായി ധ്യാനം ചെയ്യണു? 3 കൊല്ലായി. ഇപ്പൊ അമ്മയ്ക്ക് എത്ര വയസ്സായി? 87 വയസ്സായി. അപ്പൊ ഈ ധ്യാനം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പൊ സുഖമായിപ്പോ ഈ വേദനയൊക്കെ മാറിയപ്പോ അമ്മയ്ക്ക് സന്തോഷായോ? സന്തോഷായി അല്ലെ? ആരാ അമ്മയ്ക്ക് ധ്യാനം പഠിപ്പിച്ചത്? നമ്മുടെ മോളാ? എന്റെ മകൾ പ്രഭ. ഓക്കെ. അപ്പൊ പ്രഭ ചേച്ചി ദിവസം മണിക്കൂറുകളോളം ധ്യാനം ചെയ്യുന്നുണ്ട് ഇല്ലേ? അവള് നിറയെ ചെയ്യും. യെസ്. ഓക്കെ, അതുകൊണ്ട് അമ്മേനെ ഈ വയസ്സിൽ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് ചേച്ചിക്ക് നോക്കാൻ പറ്റണില്ലേ? അമ്മ ഹാപ്പി അല്ലേ? അപ്പൊ എല്ലാരോടും ധ്യാനം ചെയ്യാൻ പറയൂ അമ്മ. പറയൂ. താങ്ക് യു അമ്മ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. പ്രഭു ചേച്ചി, എന്താണ് അമ്മയെ കുറിച്ചിട്ട് ചേച്ചിക്ക് പറയാനുള്ളത്? അതെ, അമ്മ വരുമ്പോ, എന്റെ അടുത്ത് വരുമ്പോ അമ്മയ്ക്ക് ഷുഗർ 360. കാല് മുട്ട് ഭയങ്കര വലുതായിരുന്നു, കൊളന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൈ, ഈ മണിക്കെട്ടുണ്ട് അവിടെ അമ്മയ്ക്ക് വലിയ വീർപ്പാ. അമ്മയ്ക്ക് കൈയൊന്നും അണക്കാനൊന്നും പറ്റില്ല. പിന്നെ അമ്മ അങ്ങനെയാണ് അവർ എന്റെ അടുത്ത് കൊണ്ടുവന്ന് എന്റെ അമ്മയെ അവര് വിട്ടത്. അപ്പൊ ഞാൻ ധ്യാനം അപ്പോഴാണ് ഞാൻ ചെയ്യാൻ തുടങ്ങി. ഒരു 6 മാസത്തോളായി. അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, എന്നെ കൊണ്ട് കൈ എനിക്ക് മടക്കാൻ പറ്റില്ല, ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, അമ്മ ചെയ്തിട്ടേ ഇരിക്കേ, അമ്മയ്ക്ക് ആ കൈ മടക്കാൻ പറ്റും പറഞ്ഞു. അതേമാതിരി ആദ്യം വിരലിന്റെ ഉള്ളിലോ അതോ അമ്മയ്ക്ക് കൈ വിടാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ അമ്മയ്ക്ക് അതെല്ലാം നോക്കട്ടെ, കൈയൊക്കെ ഒന്ന് പിടിച്ചു എന്താക്കൂ, അതിന്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കും. ഇവിടെ കാണിച്ചു കൊടുക്കുമ്പോ ഇത് കണ്ടാ, ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ കാല്? ഈ കാല് ഇതാ, ഇതൊക്കെ എത്ര ഇതായി. നമ്മുടെ കാല് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഉണ്ടോ? അപ്പൊ നീരൊക്കെ എല്ലാം മെഡിറ്റേഷൻ. അമ്മ അതേമാതിരി മെഡിറ്റേഷൻ ചെയ്യും. അമ്മ എപ്പോഴും ഉച്ചയ്ക്ക് അപ്പൊക്കെ ഉണ്ട് കഴിഞ്ഞ ഉടനെ അമ്മ മെഡിറ്റേഷൻ ചെയ്യും. അപ്പൊ വയ്യാതായ സമയത്ത് അമ്മ ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റ് ആയിട്ട് അമ്മ കാലത്ത്, ഉച്ചയ്ക്ക്, അതേമാതിരി രാത്രി കിടക്കുമ്പോ അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന മാതിരി അമ്മ അത് ചെയ്തിട്ടേ വരും. ഇപ്പൊ കൂടെ വയ്യാതെ കിടന്നു 460 ഷുഗർ. ആ സമയത്ത് ഒരു 3 ദിവസം ആൾക്ക് ഇത്തിരി ഇതായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അമ്മയോട് കിടക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞു. അമ്മ അതേമാതിരി മെഡിറ്റേഷൻ ചെയ്ത് പെണിച്ചിരിക്കേണ്ട ആള്. ഓക്കെ. അപ്പൊ ഇത്രയും വയ്യായുടെ ആ ഒരു അവസ്ഥയിലാണ് ധ്യാനം പരിചയപ്പെട്ടത് അമ്മ. അപ്പൊ അതിനെ വിശ്വസിച്ച് ചെയ്തപ്പോ മാറ്റമുണ്ട് ഇല്ലേ? ഓക്കെ. അപ്പൊ പിന്നെ ഇപ്പൊ അമ്മയ്ക്ക് വിരലൊക്കെ കോർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? വിരലൊക്കെ കോർത്ത് പിടിച്ച് മടിയിൽ വെച്ച് ധ്യാനം ചെയ്യും. കാല് ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാലൊക്കെ ആദ്യം ഒന്നും അമ്മയ്ക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല അല്ലെ? അപ്പൊ ഇതൊക്കെ ദിവ്യമായിട്ടുള്ള മാറ്റങ്ങളല്ലേ? അതേമാതിരി ഷുഗറും പ്രഷറൊക്കെ അമ്മയ്ക്ക് നോർമലാണ്. അത് ശരി, നോർമലാണ്. അപ്പോൾ ധ്യാനം അമ്മയും കൂടി പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചു, ആത്മജ്ഞാനിയാക്കി മാറ്റാൻ സാധിച്ചു, ശുദ്ധ സസ്യാഹാരിയാക്കി മാറ്റാൻ സാധിച്ചു. അപ്പോൾ അമ്മയുടെ ജന്മകടം വീട്ടാൻ പ്രഭ ചേച്ചിക്ക് സാധിച്ചു. അമ്മ മുട്ട ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കൊറോണ പീരീഡ് കമ്പൽസറി മുട്ട കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് വരുമ്പോ അമ്മയ്ക്ക് ദിവസം 2 മുട്ട നീ കൊടുത്തോളണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മുട്ട കൊടുക്കില്ല, കൊടുക്കാതെ അമ്മയെ ഞാൻ ശരിയാക്കും വാക്ക് ഞാൻ പറഞ്ഞു. അപ്പൊ ആ മുട്ട ഞാൻ കൊടുത്തില്ല. പക്ഷെ അമ്മയും പറഞ്ഞു ഇനി ഞാൻ തൊടില്ല, ഞാൻ ഇനി പ്യൂർ വെജിറ്റേറിയൻ ആയി ഇരിക്കും എന്ന് പറഞ്ഞു. അമ്മയും അത് ഉരുകയായിരുന്നു. ഇന്ന് തൊട്ട് അമ്മയും ഏതൊന്നും മുട്ടൊന്നും ഒന്നും കഴിക്കാറില്ല, ഞാനും ഒന്നും കഴിക്കും. അപ്പൊ 3 കൊല്ലായി ഇപ്പൊ നിർത്തിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മുട്ടയൊന്നും കഴിച്ചില്ലെങ്കിൽ അവർക്ക് ഒരു പ്രശ്നമില്ലല്ലോ. വന്ന അനാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ആവുകയും ചെയ്തു. എനിക്കും ക്ലിയർ ആകുന്നുണ്ട്, അമ്മയ്ക്കും ക്ലിയർ ആവും.
ഓ, അപ്പൊ ഒരുപാട് പേർക്ക് ധ്യാനത്തെ വിശ്വസിക്കാൻ അല്ലെ. ഇത്രയും അതായത് 87 വയസ്സായ അമ്മ ഇന്നും ഇത്രയും ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട്. അതായത് അമ്മ കിടപ്പല്ല, അത് തന്നെ ഏറ്റവും വലിയൊരു സൗഭാഗ്യല്ലേ. സന്തോഷം പ്രഭു ചേച്ചി. ഇത് തന്നെയാണ് നമ്മുടെ ഗർഭപാത്രത്തിന്റെ കടം വീട്ടുക എന്ന് പറഞ്ഞ, അതിന് ചേച്ചിക്ക് സാധിച്ചു. താങ്ക് യു. എനിക്ക് അമ്മയെ നോക്കാനുള്ള ഒരു ഇത് എനിക്ക് ഈ മെഡിറ്റേഷൻ വന്ന ശേഷമാണ് എനിക്ക് ഇത് കിട്ടിയത്. അമ്മയ്ക്ക് എന്താ വെച്ചാ രണ്ടുപേരും ധ്യാനികളായതുകൊണ്ട് ഇത് രണ്ടുപേർക്കും ഒത്തുപോണ്ട്. നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഈ വീട്ടിലല്ലേ? ഈ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും എന്ത് വന്നാൽ ഞാനും ധ്യാനം ചെയ്തതിനാൽ ഞാനും ഡോക്ടർക്ക് പോയില്ല. അമ്മയ്ക്കും താങ്ക് യു ചേച്ചി. ഒരുപാട് പേരിലേക്ക് ദിവ്യമായിട്ടുള്ള തിരിച്ചറിവ് ഉണ്ടാക്കാൻ ഈ വാക്കുകൾ സഹായിക്കട്ടെ. താങ്ക് യു അമ്മ. ലവ് യു.